ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ഇന്ത്യയുടെ വൺ ഓഫ് ദ ഫേമസ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടുള്ള ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടു എക്സ്പ്ലോർ. ഈ ഫോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദ്, തെലങ്കാനയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് ഈവനിങ് ടൈമാണ്. 25 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ്. ഫോറിനേഴ്സിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. 16-ാം നൂറ്റാണ്ടിൽ കുതുബ് ഷാഹി വംശജർ നിർമ്മിച്ചതാണ് ഈ കോട്ട. ഇത് അന്നത്തെ കാലത്ത് ഡയമണ്ട് വ്യാപാര കേന്ദ്രമായിരുന്നു. കോഹിനൂർ എന്ന ഫേമസ് ഡയമണ്ട് കണ്ടുപിടിച്ചത് ഇവിടെ നിന്നാണ്. ഈ കൊട്ടാരത്തിന് നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറാണ്. മെയിനായിട്ട് ഇവിടെ ക്ലാപ്പ് ഹോൾ എന്നൊരു പ്ലേസ് ഉണ്ട്. എൻട്രയ്യ ഉടനെ തന്നെ കാണുന്ന ഒരു ഹോളാണ്. അവിടെ നിന്ന് കൈകൊട്ടിയാൽ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിൽ കേൾക്കാൻ പറ്റും. ഞങ്ങൾ വൈകിട്ട് 4 മണിയായപ്പോഴാണ് പോയത്. ഇപ്പോൾ ചൂട് സമയം സ്റ്റാർട്ടായതിനാൽ വൈകുന്നേരം പോലും ഭയങ്കര ചൂടായിരുന്നു. സോ മോർണിംഗ് ടൈം പോകുന്നതായിരിക്കും ഇപ്പോൾ ഉള്ള കാലാവസ്ഥയിൽ നല്ലത്. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട്. നമുക്ക് എല്ലായിടവും പോയി ജസ്റ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചില സ്ഥലമൊക്കെ ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും, പക്ഷേ അത്യാവശ്യം ബാക്കി ഏരിയകളെല്ലാം നമുക്കിങ്ങനെ കയറി ഇറങ്ങി നോക്കാൻ പറ്റും. നല്ല ഉൾഭാഗത്ത് നല്ല ഇരുണ്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ വവ്വാലിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റി. അവിടെയൊക്കെ നിറയെ വവ്വാലുണ്ടെന്നാണ് തോന്നുന്നത്. പല ഇടവഴികളിലൂടെയും നമുക്ക് കയറി നോക്കാം. ചില പ്ലേസ് നല്ല ഹൈറ്റ് ഉണ്ടാകും, നമുക്കിങ്ങനെ കയറാനും കാണും. ചില സ്ഥലത്ത് ഇങ്ങനെ വഴിയൊന്നും കാണത്തില്ല, പക്ഷേ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി നോക്കി കുറച്ച് സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റിന് അവിടെയൊക്കെ കയറി നോക്കാൻ പറ്റും. നമുക്ക് അവിടെ എല്ലായിടത്തും ഗൈഡ് കാണും, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് കാണും. അപ്പോൾ നമുക്ക് ചോദിക്കാം കയറാൻ പറ്റുന്ന പ്ലേസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കയറി നോക്കാൻ പറ്റും. പേടിയില്ലാതെ അല്ലാതെ അഡ്വഞ്ചറസ് താല്പര്യമുള്ളവർക്കൊക്കെ കയറി നോക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലമുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ എല്ലാ സ്ഥലവും ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന് തോന്നിയാലും നമ്മൾ കയറി നോക്കുമ്പോൾ ഓരോ ആർക്കിടെക്ചറും വ്യത്യാസമായിട്ടുണ്ട്. നമ്മുടെ ചില ഹോളിലേക്ക് വോളുകളൊക്കെ വ്യത്യാസമാണ്. ചില വോളിലേക്ക് പ്രത്യേക തരം ഒരു ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്തൊക്കെ നോക്കിയാൽ നല്ല അഴി പോലെയൊക്കെ വോളിൽ വെച്ചിട്ട് ഇവിടെയൊക്കെ എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയില്ല. നമുക്കവിടെ ഗൈഡിനെ കിട്ടും. ഗൈഡിന് 700 എത്ര റുപ്പീസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ വന്ന് കാര്യമൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും. നടന്ന് പോയിക്കൊണ്ടിരിക്കവേ ഒരു അണ്ണൻ കുഞ്ഞിനെ കണ്ടു. അവനിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഒട്ടും പേടിയില്ല, കാരണം സ്ഥിരം ആൾക്കാരെയൊക്കെ കണ്ടായിരിക്കും. നമ്മൾ ഇത്രയും അടുത്ത് ക്യാമറ കൊണ്ടുവച്ചിട്ടും മിണ്ടാതെ ഇരുന്നും ഭക്ഷണം കഴിക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അതുകൊണ്ട് അതിനെ ഞാൻ എടുത്തിട്ടുണ്ട്. പോകുമ്പോൾ നിങ്ങൾ ഒത്തിരി സാധനങ്ങൾ ക്യാരി ചെയ്യേണ്ട, ജസ്റ്റ് വാട്ടർ മാത്രം ക്യാരി ചെയ്താൽ മതി. കാരണം നടന്ന് പോകുമ്പോൾ നല്ല ക്ഷീണിക്കും. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം മാത്രം കരുതിയാൽ മതി. വേറെ ലഗേജോ അങ്ങനെയൊന്നും എടുക്കണ്ട. ഒത്തിരി നടക്കാനുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിശ്രമിക്കാനൊക്കെ നല്ല സ്പേസ് കിട്ടും. അപ്പോൾ അവിടെ ഇരുന്നുള്ള ഓരോ സ്ഥലത്തു നിന്നുള്ള വ്യൂവും ഡിഫറെൻ്റാണ്. നമ്മൾ ഈ കാണുന്ന ഒരു കുഴിയൊക്കെ ചാടിക്കടന്ന് ഒരു ടെറസ് പോലത്തെ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയിട്ടുള്ള വ്യൂവും നല്ല ഭംഗിയാണ്. കാരണം നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഇത് നമ്മളെ ഏറ്റവും ടോപ്പല്ല, എന്നിട്ട് കൂടിയും നല്ല ഭംഗിയായിട്ട് നമുക്ക് അവിടുത്തെ ഒരു വ്യൂ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വേറെ വഴിയുണ്ട് ഇറങ്ങി വരാൻ. അപ്പോൾ നമ്മൾ ചാടി വന്ന വഴിയല്ല ഈ വഴി. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വഴി കൂടെ പോയാലും നമുക്ക് വേറൊരു വഴി കൂടെ കിട്ടി നമുക്ക് തിരിച്ചിറങ്ങി വരാനൊക്കെ പറ്റും. അങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവിടെ നിറയെ ഉണ്ട്. ഫൈനലി നമ്മൾ നടന്ന് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നടന്നതിനൊക്കെ ഒരു യൂസ്ഫുൾ, അതായത് വേർത്താണെന്ന് നമുക്ക് അവിടെ നിന്നുള്ള വ്യൂവിൽ മനസ്സിലാവും. നമുക്ക് വേറൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, സൺസെറ്റ് കാണുക എന്നുള്ളത്. പക്ഷേ 6:30 വരെ അവിടെ അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 6:30 ആയപ്പോൾ നമ്മളെ പറഞ്ഞു വിട്ടു. സോ സൺസെറ്റ് അപ്പോഴായിരുന്നില്ല സമയം, അതുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. പക്ഷേ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എൻ്റയർ ഹൈദരാബാദ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം, പണ്ട് ഇവിടുത്തെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് രാജാവും രാജ്ഞിയും ഒക്കെ അവരവരുടെ സാമ്രാജ്യം ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. കാരണം അത്രയും ഹൈറ്റിൽ അവർക്ക് ഫുൾ വ്യൂ ഇതിൽ കിട്ടും. അപ്പം എന്ത് ഭംഗിയാണെന്ന് നോക്കിയൊക്കെ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് അവിടെ നിന്നിട്ട് ഫീൽ ചെയ്തത് ചവറ് കൂന കൊണ്ടിട്ടിരിക്കുന്ന പോലെയാണ്. വീടുകളൊക്കെ അടുക്കിയങ്ങ് ഇട്ടിരിക്കുകയാണ്. കാരണം അത് വീടുകളാണെന്ന് തന്നെ മനസ്സിലാവില്ല. അങ്ങനെ ഭയങ്കര ഭംഗിയാണ്. സൂര്യനെയൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റി. അങ്ങനെ എന്തായാലും നല്ല ഒരു യാത്രയായിരുന്നു. പിന്നെ തിരിച്ചിറങ്ങി
തിരിച്ചിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കയറുന്ന പോലെയല്ല. തിരിച്ചിറങ്ങാൻ നല്ല സ്മൂത്തായിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റി. നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങാനായിട്ട്. പിന്നെ നിങ്ങളെല്ലാവരും പോയി നോക്കുക. ഹൈദരാബാദ് ഉണ്ടെങ്കിൽ പോയി നോക്കി കാണേണ്ട ഒരു നല്ലൊരു പ്ലേസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, ബൈ.